കോഴിക്കോട് ഹർത്താലിന്റെ മറവിൽ കോൺഗ്രസ് നടത്തിയ അതിക്രമത്തിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ചേവായൂർ സഹകരണ ബാങ്ക് ഭരണം നഷ്ടമായതിനു പിന്നാലെ കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ നടത്തിയ ഹർത്താലിൽ വ്യാപക ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഹർത്താലിന്റെ പേര് പറഞ്ഞ് ജില്ലയിൽ നിരവധി കടകൾ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായും അരീക്കാട് കട ഉടമയെയും മകനെയും കടയിൽ പൂട്ടിയിട്ടതായും വ്യാപാരികൾ ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിലെ വ്യാപാരികളെ കൂട്ടിലിടുന്ന ഒരു സമീപനമാണ് ഈ സമരക്കാർ ഇന്നലെ സ്വീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ പല ഭാഗത്തും ഭീഷണി മുഴക്കിയിട്ടും ബലമായി ഷട്ടർ അടപ്പിച്ചിട്ടും വ്യാപാരി സ്ഥാപനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോട് അരീക്കാട് മോഡേൺ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ സാധനം വാങ്ങാൻ വന്ന ആളുകളെയും അവിടുത്തെ വ്യാപാരിയെയും കടക്കാരൻ്റെ മകനെയും ഷട്ടർ താത്തി ആ റൂമിൽ ബന്ദിയാക്കിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ലുലു മാള്, കോഴിക്കോടുള്ള റിലയൻസിൻ്റെ സ്ഥാപനങ്ങളിൽ ഒന്നും ഇവരാരും കടകൾ അടപ്പിക്കാൻ ചെന്നിട്ടില്ല. ഒരു എക്സ്പോക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തു. ഒന്നും ചെയ്യാതെ ജീവിതമാർഗം കണ്ടെത്തിയ ചെറിയ കച്ചവടക്കാരെയാണ് ഇവർ ഭീഷണിപ്പെടുത്തിയിട്ട് ഇന്നലെ കടകൾ അടപ്പിച്ചിട്ടുള്ളത്. ബാങ്ക് ഭരണം നഷ്ടമായതിന്റെ പേരിൽ ജനങ്ങളെയും കച്ചവടക്കാരെയും ബുദ്ധിമുട്ടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തതെന്നും ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കാൻ നടത്തിയ നീക്കം പ്രതിഷേധാർഹമാണെന്നും വ്യാപാരികൾ പറയുന്നു. കോഴിക്കോട് വ്യാപാര ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി വ്യാപാരികളാണ് പങ്കെടുത്തത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.